വ്രതശുദ്ധിയുടെ ചൈതന്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ നടന്ന ഈദ്ഗാഹിന് ശേഷം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം സമയം ചെലവഴിക്കാനുള്ള തിരക്കിലാണ് വിശ്വാസികൾ. കോഴിക്കോട് ബീച്ചിൽ നിന്നും ചേതൻ സാജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ ഈദ്ഗാഹിന് ശേഷം വിശ്വാസികളൊക്കെ പിരിഞ്ഞു പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. മറ്റു ബന്ധു വീട്ടിലേക്കൊക്കെ പോയി ഭക്ഷണവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ പങ്കിടുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്, ചേർത്ത് നിർത്തത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ. നമുക്ക് വിശ്വാസികൾ അവരുടെ ആലിംഗനമൊക്കെ ചെയ്ത് സ്നേഹങ്ങൾ മറ്റ് വിശേഷങ്ങളൊക്കെ കൈമാറുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇന്നത്തെ പ്ലാൻ നിങ്ങൾക്ക് എന്താക്കും? ഇന്ന് നമ്മുടെ ഈദ്ഗാഹ് കഴിഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും പിരിയാണ്. ഇന്ന് നടക്കുന്ന നമ്മുടെ ലഹരി വിരുദ്ധത്തിനെതിരായിട്ടാണ് നമ്മൾ സംയുക്തമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ന് പാരൻസുകൾ എല്ലാവരും ശ്രദ്ധ ചെലുത്തണം. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലിയ കുറവാണ്. അപ്പം എല്ലാവരും അതിന് മുൻകൈ എടുക്കണം. അതിലെ ഇത്തരമൊരു പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായാലും മാത്രമേ നമുക്ക് കയറിയാം. ഇത്രമാത്രം എല്ലാം ഈദ് മുബാറക്. ഇത്തവണത്തിന് ഈദ് ഒരു വ്യത്യസ്ത ഒന്ന് ലഹരിക്കെതിരായ ഒരു സന്ദേശം ഈദ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ലോകം മൊത്തം പാലസ്തീൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിലൊക്കെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? എല്ലാ ജനങ്ങളും ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം ഇവിടെ ആഘോഷിക്കുമ്പോൾ മനസ്സിനകത്തുള്ള ആകെയുള്ള ഒരു വിഷമം അത് മാത്രമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ ചെറുപ്പക്കാരും കുടുങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്നും വിമുക്തനാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച പോലെ ഫലസ്തീനും മറ്റു രാജ്യങ്ങളും നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ട്. ഈ സന്തോഷ ദിനത്തിൽ എല്ലാവർക്കും എൻ്റെയും എൻ്റെ മുസ്ലിം സഹോദരന്മാരും പെരുന്നാൾ ആശംസ അറിയിക്കുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് ഈ ഈദുൽ ഫിത്തർ. അതായത് 29 നോൻപ് നോറ്റ് നമുക്ക് ദൈവം തന്ന 2 ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അത് ആഘോഷിക്കുക എന്നല്ല, ഒരു നമ്മുടെ ആ ഈ ദീനിയുടെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു സൗഹൃദം ഇന്ന് അതാണ് നമ്മുടെ കുത്തിവയിൽ അഹമ്മദ് കുട്ടി മദനി പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. വളരെയധികം പ്രയാസം എന്നറിയുന്നത് മറ്റേ ഈ ലഹരി, അതായത് ഇന്ന് നമുക്ക് ഒരു കാര്യങ്ങൾക്കും കുട്ടികളെ അതായത് യുവാക്കളെ കിട്ടാത്ത ഒരു പരിസ്ഥിതി കൂടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരു അറുതി വരുത്തുക എന്നുള്ള നിലക്കാണ് നമ്മൾ ആ ഒരു കൂട്ടായ്മ കൂടി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു ആരോഗ്യപരമായ ഒരു കുടുംബജീവിതം അതുപോലെ തന്നെ സന്തോഷം പകർന്ന ഒരു ഭാവി ജീവിതമൊക്കെ നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.